Our topic is a two-stage compression with water intercooler, liquid subcooler and liquid flash chamber. നമ്മൾ ഈ ഒരു ടു സ്റ്റേജ് കംപ്രഷൻ സിസ്റ്റത്തിൽ 3 ഡിവൈസുകൾ ഉപയോഗിക്കും. വാട്ടർ ഇൻ്റർകൂളർ, ലിക്വിഡ് സബ് കൂളർ, ദെൻ ലിക്വിഡ് ഫ്ലാഷ് ചേമ്പർ. ഇതിൽ വാട്ടർ ഇൻ്റർകൂളറും ലിക്വിഡ് സബ് കൂളറും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചതായിരുന്നു. ഇനി ഇതിനകത്ത് ഒരു പുതിയ ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ് ലിക്വിഡ് ഫ്ലാഷ് ചേമ്പർ. നമുക്ക് സ്കീമാറ്റിക്കിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇവാപ്പറേറ്ററുണ്ട്, ലോ പ്രഷർ കംപ്രസറുണ്ട്, വാട്ടർ ഇൻ്റർകൂളറുണ്ട്, ഹൈ പ്രഷർ കംപ്രസറുണ്ട്, കണ്ടൻസറുണ്ട്, ലിക്വിഡ് സബ് കൂളറുണ്ട്, ദെൻ 2 എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, പിന്നെ ഒരു പുതിയ ഡിവൈസ് ഫ്ലാഷ് ചേമ്പർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലോ പ്രഷർ കംപ്രസർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാം. ഓരോ പോയിന്റിലും 1 to 2 എന്ന് പറയുന്നത് ലോ പ്രഷർ കംപ്രസറിൽ നടക്കുന്ന പ്രോസസ്സ്, 2 to 3 വാട്ടർ ഇൻ്റർകൂളർ, 4 to 5 എന്ന് പറയുന്നത് ഹൈ പ്രഷർ കംപ്രസറിൽ നടക്കുന്ന കംപ്രഷൻ പ്രോസസ്സ്, 5 to 6 എന്ന് പറയുന്നത് കണ്ടൻസറിലെ പ്രോസസ്സ്, 6 to 7 എന്ന് പറയുന്നത് സബ് കൂളറിലെ പ്രോസസ്സ്. അങ്ങനെ അപ്പോൾ നമുക്ക് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് ആണ്, അതല്ല എങ്കിൽ ഈ ലോ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റാണ്. ആ 1 എന്ന് പറയുന്ന പോയിന്റിലെ റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? പി എച്ച് ഡയഗ്രം നോക്കാം. പി എച്ച് ഡയഗ്രത്തിൽ 1 മാർക്ക് ചെയ്തിട്ടുണ്ട്. 1-ൽ റെഫ്രിജറൻറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ് ലോ പ്രഷർ കംപ്രസറിലേക്ക് പോവുക. ലോ പ്രഷർ കംപ്രസർ അതിനെ കംപ്രസ് ചെയ്ത് 2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. 2 എന്താണ്? ഈ കാണുന്ന രീതിയിൽ 2 എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ലോ പ്രഷർ കംപ്രസർ സാറ്റുറേറ്റഡ് വേപ്പറിനെ സൂപ്പർ ഹീറ്റഡ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ് ഐഡിയലി. അപ്പോൾ അതാണ് ഈ 1 to 2 കാണിച്ചിരിക്കുന്നത്. 1 to 2 കംപ്രഷൻ പ്രോസസ്സ് കാണിച്ചിരിക്കുക. ഇപ്പോൾ ലോ പ്രഷർ കംപ്രസറിൻ്റെ എക്സിറ്റ് 2 ആണ്. ഇനി ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഒരു വാട്ടർ ഇൻ്റർകൂളറിൽ കൂടെ കടന്നുപോയി 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. അതാണ് ഈ കാണുന്നത്. 2 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ 3 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു. 2-ഉം 3-യും തമ്മിലുള്ള വ്യത്യാസം എന്നാ? 2-ലെ ടെമ്പറേച്ചർ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു 3. 2 to 3 എന്ന് പറയുന്നത് ഐസോബാറിക് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്സാണ് ഇൻ ദ വാട്ടർ കൂളർ. വാട്ടർ കൂളർ ഈ 2 എന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പറിനെ കൂൾ ചെയ്ത് ഒരു 3 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുന്നു. 3-യും സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് തന്നെയാണ്, പക്ഷേ ആസ് കമ്പയർഡ് ടു 2, 3-ലെ ടെമ്പറേച്ചർ കുറവാണ്. 3 എന്ന് പറഞ്ഞ കണ്ടീഷനിലെത്തി. ഇനി അടുത്ത കണ്ടീഷനാണ് 4. ഇതിനിടയ്ക്ക് ഒന്ന് സംഭവിക്കുന്നുണ്ട്. ഫ്ലാഷ് ചേമ്പർ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എനിവേ, ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് ഒരു വേപ്പർ വരുന്നുണ്ട്. ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് ഒരു സാറ്റുറേറ്റഡ് വേപ്പർ വരുന്നുണ്ട്. എങ്ങനെ വരുന്നു? ആ സാറ്റുറേറ്റഡ് വേപ്പർ ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം പിന്നീട് പറയും. എനിവേ, ഇപ്പം ഇത്രയും ഓർക്കുക. ഈ കാണുന്ന ഫ്ലാഷ് ചേമ്പറിൽ നിന്നും ഒരു സാറ്റുറേറ്റഡ് വേപ്പർ വരുന്നു. ആ വേപ്പറിൻ്റെ കണ്ടീഷൻ 0.9 ആണ്. ആ വേപ്പറിൻ്റെ മാസ് എന്ന് പറയുന്നത് M3 ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇവാപ്പറേറ്ററിലൂടെയും ഈ ലോ പ്രഷർ കംപ്രസറിലൂടെയും ഈ വാട്ടർ ഇൻ്റർകൂളറിൽ കൂടെയും പാസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ മാസിനെ നമ്മൾ M1 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഈ ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് ഒരു സാറ്റുറേറ്റഡ് വേപ്പർ വരുന്നുണ്ട് M3. അതിൻ്റെ കണ്ടീഷൻ 0.9 ആണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 0.9. ഈ 0.9 എന്ന് പറയുന്ന ഈ കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പർ എങ്ങനെയോ ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് വരുന്നു. അതിൻ്റെ മാസ് M3 ആണ്. ഈ റെഫ്രിജറൻറ്റും ഈ വരുന്ന വേപ്പറും അതുപോലെ തന്നെ വാട്ടർ ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്ന 3 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ, അതായത് ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് വരുന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ
അതിൻ്റെ കണ്ടീഷൻ 0.9, അതിൻ്റെ മാസ് M3, അതും വാട്ടർ ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്ന 3 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പർ, അതിൻ്റെ മാസ് M1, അതും തമ്മിൽ മിക്സ് ആവും. അതും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ 0.4ഉം അതിൻ്റെ മാസ് M2 ആവുന്നു. അതുകൊണ്ടാണ് M2 എന്ന് പറഞ്ഞാൽ M1 പ്ലസ് M3, ഇവിടുന്ന് വരുന്ന M3യും ഇവിടുന്ന് വരുന്ന M1ഉം ചേരുന്നതാണ് M2. സോ M2 ഈക്വൽ ടു M1 പ്ലസ് M3. അപ്പോൾ 0.9ലുള്ള ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് വേപ്പറിൻ്റെ കണ്ടീഷനാണ് 0.9. അത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറാണ്. അവിടുത്തെ മാസ് M3. അപ്പോൾ ആ M3 മാസും അതുപോലെ തന്നെ വാട്ടർ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന M2 മാസ്, അതിൻ്റെ കണ്ടീഷൻ 3 ആണ്. ഇത് തമ്മിൽ മിക്സ് ആവുന്നു. കാരണം 3ലെ ടെമ്പറേച്ചർ അത് സൂപ്പർ ഹീറ്റഡ് ആണ്, 9 എന്ന് പറയുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് ആണ്. സോ ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ആ മിക്സ്ചറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് 0.4. ആ കണ്ടീഷൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ വരുന്നു. ഓക്കെ, അതാണ് നമ്മൾ ഈ 0.4, ആ മിക്സ്ചറിൻ്റെ കണ്ടീഷനാണ് 0.4 മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 0.4ൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അവിടുത്തെ മാസ് എന്ന് പറയുന്നത് M2 ആണ്. M2 ഈക്വൽ ടു M1 പ്ലസ് M3. ഓക്കെ, ഇനി 4 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള ആ സൂപ്പർ ഹീറ്റഡ് വേപ്പർ മിക്സ്ചറിനെ ദെൻ ഹൈ പ്രഷർ കംപ്രസ് ചെയ്ത് 5 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നു. ഈ 4 to 5 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ അതാണ് 4 എന്ന് പറയുന്ന കണ്ടീഷനുള്ള റെഫ്രിജറൻറ്റിനെ 5 എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ M2 എന്ന് പറയുന്ന മാസാണ് ഈ കംപ്രസറിലൂടെ കംപ്രസ് ചെയ്ത് പോവുക. അപ്പോൾ അതാണ് ഈ 4 to 5 റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. ഇനി അടുത്തതാണ് കണ്ടൻസർ. കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സാണ് പ്രോസസ്സ് 5 to 6. 5 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിലുള്ള ആ റെഫ്രിജറൻ്റ് വേപ്പറിനെ കണ്ടൻസർ എന്ത് ചെയ്യുന്നു? 6 എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡ് ആക്കി മാറ്റുന്നു. അതാണ് 5 to 6 പ്രോസസ്സ്. 5 എന്ന കണ്ടീഷനിലുള്ള സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ 6 എന്ന കണ്ടീഷനിലുള്ള സാറ്റുറേറ്റഡ് ലിക്വിഡ് ആക്കി മാറ്റുന്നു. എഗെയിൻ ഈ കണ്ടൻസറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് M2 എന്ന മാസായിരിക്കും. അപ്പോൾ അതാണ് 5 to 6 എന്ന് പറയുന്ന കണ്ടൻസേഷൻ പ്രോസസ്സ്. അപ്പോൾ കണ്ടൻസറിലൂടെ ഫ്ലോ ചെയ്യുന്നത് M2 എന്ന് പറയുന്ന മാസ്. ഇനി അഗെയിൻ ആ കണ്ടൻസറിൻ്റെ എക്സിറ്റിലുള്ള ആ സാറ്റുറേറ്റ് ലിക്വിഡ് സബ് കൂളറിലൂടെ കടത്തിവിട്ട് 7 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുന്നു. സോ 6 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് 7 എത്തുന്നു. അത് നിങ്ങൾക്കറിയാം, സബ് കൂളിംഗ് പ്രോസസ്സാണ്. അപ്പോൾ 6 എന്ന കണ്ടീഷനിലുള്ള സാറ്റുറേറ്റഡ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഒന്നും കൂടെ കുറച്ച് അതിനെ സബ് കൂൾഡ് ലിക്വിഡ് ആക്കി മാറ്റുന്നു. അതാണ് 6 to 7 പ്രോസസ്സ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ ലിക്വിഡ് സബ് കൂളറാണ്. അങ്ങനെ 7 എന്ന് പറയുന്ന സബ് കൂൾഡ് ലിക്വിഡ് എന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അഗെയിൻ ആ 7 എന്ന കണ്ടീഷനുള്ള റെഫ്രിജറൻറ്റ് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്നുപോയി 8 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുന്നു. ഓക്കെ, അത് നമ്മൾ pH ഡയഗ്രത്തിൽ കാണിക്കുന്നു. 7 to 8 പ്രോസസ്സ്. നിങ്ങൾക്കറിയാം, എക്സ്പാൻഷൻ വാൽവിലുള്ള പ്രോസസ്സ് ഐസെന്താൽപിക് ആണ്. അപ്പം അതുകൊണ്ട് 7 to 8 എന്ന് പറയുന്നത് ഈ രീതിയിൽ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇനി അഗെയിൻ 8 എന്ന് പറയുന്ന അവിടെ ആ കണ്ടീഷൻ വെറ്റ് വേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് വെറ്റ് വേപ്പർ ആയിരിക്കും. അതിന് കാരണം കുറച്ച് ലിക്വിഡ് വേപ്പറായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ 8 എന്ന് പറയുന്ന കണ്ടീഷനിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ലിക്വിഡ് റെഫ്രിജറൻറ്റും ഉണ്ട്, ഒന്ന് വേപ്പർ റെഫ്രിജറൻറ്റും ഉണ്ട്. ഓക്കെ, കാരണം 8 വെറ്റ് വേപ്പറാണ്. ഇനി ആ ലിക്വിഡിൻ്റെ എമൗണ്ട് വളരെ കൂടുതലും വേപ്പറിൻ്റെ എമൗണ്ട് വളരെ കുറച്ചു വന്നേ ഉള്ളൂ. കാരണം 0.8ലെ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം 0.8 കൂടുതലും സാറ്റുറേറ്റഡ് ലിക്വിഡ് ലൈനോടായിരിക്കും ചേർന്നിരിക്കുക. കുറച്ച് ലിക്വിഡ് മാത്രമേ വേപ്പർ ഫോമിലേക്ക് മാറിയിട്ടുണ്ടാവുക. അപ്പോൾ 0.8 എന്ന് പറയുന്ന അവിടെ എത്തുമ്പോൾ ലിക്വിഡും ഉണ്ട്, വേപ്പറും ഉണ്ട്. ഓക്കെ, ഈ വേപ്പറിനെ നമ്മൾ ഇവാപ്പറേറ്ററിൽ കടത്തി വിട്ടിട്ട് കാര്യമില്ല.
ലിക്വിഡിനെ കടത്തി വിട്ടിട്ടേ കാര്യമുള്ളൂ. കാരണം ലിക്വിഡാണ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വേപ്പറായി മാറേണ്ടത്. ഈ വേപ്പർ ഇവാപ്പറേറ്ററിൽ പോയിട്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. അതുകൊണ്ട് വേപ്പറിനെ റിമൂവ് ചെയ്ത് കളയണം. അതിനുപയോഗിക്കുന്ന ഡിവൈസാണ് ഫ്ലാഷ് ചേമ്പർ. ഓക്കെ, അപ്പോൾ 0.8 വരുന്ന ലിക്വിഡ് പ്ലസ് വേപ്പറുണ്ട്. അതിൽ വേപ്പറിനെ സെപ്പറേറ്റ് ചെയ്ത് നേരെ നമ്മൾ എഗെയിൻ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ചേമ്പർ ചെയ്യുന്ന കാര്യം 0.8 ലിക്വിഡും വേപ്പറും വരും. ആ വേപ്പർ അതിനെ നേരെ വാട്ടർ ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റിൽ വരുന്ന ആ സൂപ്പർ ഹീറ്റഡ് വേപ്പറുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് മിച്ചമുള്ള ലിക്വിഡ് മാത്രം 100% ലിക്വിഡ്, ആ ലിക്വിഡ് മാത്രമാകുമ്പോൾ എന്താകും കണ്ടീഷൻ 10 ആകും. അതാണ് ഈ കാണുന്നത് 0.8. അവിടെ ലിക്വിഡുണ്ട് വേപ്പറുണ്ട്. ആ വേപ്പറിനെ നേരെ കൊണ്ട് എങ്ങോട്ട് കൊടുത്തു? ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുത്തു. കൂടെ മിക്സ് ചെയ്തിട്ട് ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് വേപ്പറുമായിട്ട് മിക്സ് ചെയ്ത് ഹൈ പ്രഷറിലേക്ക് കൊടുത്തു. ദെൻ പിന്നെ മിച്ചമുള്ളത് ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ആ ലിക്വിഡിൻ്റെ കണ്ടീഷൻ എന്താണ്? 10. ആ ലിക്വിഡിനെ അടുത്ത എക്സ്പാൻഷൻ വാൽവിലേക്കും വിട്ടു. അതാണ് ഫ്ലാഷ് ചേമ്പർ ചെയ്ത കാര്യം. അപ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ് E1, അതിൻ്റെ എക്സിറ്റ് കണ്ടീഷനാണ് 0.8. ആ 8 അവിടെ വെറ്റ് വേപ്പറാണ്. അത് നമ്മൾ pH ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഈ 8-നകത്ത് ലിക്വിഡും ഉണ്ട് വേപ്പറും ഉണ്ട്. ആ വേപ്പർ നമുക്ക് ആവശ്യമില്ല. ആ വേപ്പർ ഇവാപ്പറേറ്ററിൽ പോയിട്ട് ഉപകാരമില്ല. ലിക്വിഡ് പോയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് വേപ്പറിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, അപ്പോൾ 0.8 ലിക്വിഡുണ്ട് വേപ്പറുണ്ട്. ഫ്ലാഷ് ചേമ്പർ ആ വേപ്പറിനെ സെപ്പറേറ്റ് ചെയ്ത് വാട്ടർ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന സൂപ്പർ ഹീറ്റർ വേപ്പറുമായിട്ട് മിക്സ് ചെയ്ത് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുന്നു. ഇനി ലിക്വിഡുണ്ട്, ആ ലിക്വിഡിനെ മാത്രമാക്കിയിട്ട് എക്സ്പാൻഷൻ വാൽവ് 2-ലേക്കും കൊടുക്കുന്നു. അതാണ് ഫ്ലാഷ് ചേമ്പർ ചെയ്യുന്ന കാര്യം. ഓക്കെ, ലിക്വിഡിനെ വേപ്പറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ 8 അവിടെ ലിക്വിഡും ഉണ്ട് വേപ്പറും ഉണ്ട്. ആ അവിടെ ഉണ്ടായ വേപ്പറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0.9 ആണ്. അപ്പോൾ ആ 0.9 ആണ് നമ്മളിവിടെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. ആ 0.9 കണ്ടീഷനിലുള്ള വേപ്പറാണ് നമ്മൾ ദെൻ എങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നത്? ഈ വാട്ടർ ഇൻ്റർകൂളർ എക്സിറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്താണ് 4 വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ 9 എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഇനി ആ 9ഉം 3യും കൂടെ മിക്സ് ചെയ്ത് 4 എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ഇനി അഗെയിൻ ഫ്ലാഷ് ചേമ്പർ ലിക്വിഡിനെ മാത്രമായിട്ട് സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിൽ വിടുന്നു. അപ്പോൾ അതുകൊണ്ട് 10 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആ 10 എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ ഉണ്ടാകും? സാറ്റുറേറ്റഡ് വേപ്പർ ലിക്വിഡ് ലൈനിലുണ്ടാകും. കാരണം 10-നകത്ത് 10 എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ വേപ്പർ ഒന്നുമില്ല. ആ വേപ്പറിനെ മുഴുവൻ ഫ്ലാഷ് ചേമ്പർ റിമൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 10-ൽ കംപ്ലീറ്റ് ആയിട്ടും സാറ്റുറേറ്റഡ് ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ദെൻ ഈ 10 അടുത്ത എക്സ്പാൻഷൻ വാൽവ് E2-വിൽ എക്സ്പാൻഡ് ആവുന്നു. ദെൻ അഗെയിൻ 11 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. 11ഉം വെറ്റ് വേപ്പറാണ്. നമുക്കറിയാം എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് എപ്പോഴും വെറ്റ് വേപ്പർ ആയിരിക്കും. 11 വെറ്റ് വേപ്പറാണ്. ദെൻ ഈ 11 എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻ്റാണ് ഇവാപ്പറേറ്റർ കൂടെ കടന്നു വിടുന്നു. ഇവാപ്പറേറ്റർ അതിനെ സാറ്റുറേറ്റഡ് വേപ്പറാക്കി മാറ്റുന്നു. ഇതാണ് 11 to 1 എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഷ് ചേമ്പർ റിമൂവ് ചെയ്യുന്ന വേപ്പറിൻ്റെ മാസാണ് M3. അതിനുശേഷം ഫ്ലാഷ് ചേമ്പർ ലിക്വിഡിനെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവാപ്പറേറ്ററിലേക്ക്. ആ സപ്ലൈ ചെയ്യുന്ന ലിക്വിഡിൻ്റെ മാസാണ് M1. ഓക്കെ, അപ്പോൾ M2 എന്ന് പറയുന്നത് M1 + M3 ആയിരിക്കും. അപ്പോൾ അതാണ് ഫ്ലാഷ് ചേമ്പറിൻ്റെ പ്രത്യേകത. ഫ്ലാഷ് ചേമ്പർ എന്ന് പറയുമ്പോഴും ഓർക്കുക, ഈ ഫ്ലാഷ് എന്ന് പറയുന്ന പേര് തന്നെ ഈ എക്സ്പാൻഷൻ വാൽവ്, ആ എക്സ്പാൻഷൻ വാൽവിൽ കൂടെ ലിക്വിഡ് കടന്ന് 8 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുന്നു. 8 എന്ന് പറയുന്ന കണ്ടീഷനിലെത്തുമ്പോൾ അവിടെ ലിക്വിഡും വേപ്പറും ഉണ്ട്. വേപ്പർ കുറച്ച് എമൗണ്ടേ ഉള്ളൂ. ആ വേപ്പറിനെയാണ് ഫ്ലാഷ് എന്ന് വിളിക്കുക. അപ്പോൾ ആ വേപ്പറിനെ റിമൂവ് ചെയ്യുന്ന ചേമ്പർ ആയതുകൊണ്ടാണ് ഇതിനെ ഫ്ലാഷ് ചേമ്പർ എന്ന് വിളിക്കുക. അപ്പോൾ ഫ്ലാഷ് ചേമ്പർ ആ വേപ്പറിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ ലിക്വിഡിനെ മാത്രമായിട്ട് ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു.
അതുകൊണ്ടാണ് ദെൻ ഇവിടെ എയ്റ്റ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ്, അതായത് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റ് കണ്ടീഷനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് 9 എന്ന് പറയുന്ന കണ്ടീഷനുള്ളതും ഒന്ന് 10 എന്ന് പറയുന്ന കണ്ടീഷനുള്ളതും ആക്കുന്നു. 9 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പം ആ വേപ്പർ, 10 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പം കംപ്ലീറ്റ് ലിക്വിഡ്. അപ്പോൾ 8 വരുന്ന ലിക്വിഡിനെയും വേപ്പറിനെയും, അതിൽ വേപ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഇൻ്റർകൂളിൽ നിന്ന് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പറുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദെൻ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുന്നു. ദെൻ ലിക്വിഡ് മാത്രമാകുന്നു. ആ ലിക്വിഡിനെ ഇവാപ്പറേറ്ററിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലാഷ് ചേമ്പർ ചെയ്യുന്ന ഡ്യൂട്ടി. വേപ്പറിനെയും ലിക്വിഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്കിനി 1 by 1 ആയിട്ട് ഓരോ പ്രോസസ്സ് കാണാം. പ്രോസസ്സ് 1 to 2 അത് ലോ പ്രഷർ കംപ്രസറിൽ നടക്കുന്ന ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രസറിൻ്റെ ഇല്ലറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് വേപ്പറും എക്സിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറുമാണ്. ഇനി ആ കംപ്രസറിലൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് M1 ആണ്. ദാറ്റ് ഈസ് മാസ് ഓഫ് റെഫ്രിജറൻറ്റ് പാസിംഗ് ത്രൂ ദ ഇവാപ്പറേറ്റർ ഓർ ലോ പ്രഷർ കംപ്രസർ. ദെൻ 2 to 3 എന്ന് പറയുന്നത് വാട്ടർ ഇൻ്റർകൂളറിൽ നടക്കുന്ന ഡീ സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സാണ്. ഹിയർ ദ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം low pressure compressor is passed through the water intercooler at constant pressure to reduce the degree of superheat. അപ്പോൾ 2 to 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ്. 2 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻറ്റ് വേപ്പറിനെ 3 എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് ആക്കി മാറ്റുന്നു. പക്ഷേ 3ലെ ടെമ്പറേച്ചർ കുറവായിരിക്കും. ആ വാട്ടർ ഇൻ്റർകൂളറിന് കംപ്ലീറ്റ് ആയിട്ട് അതിനെ സാച്ചുറേറ്റഡ് വേപ്പറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ദ റെഫ്രിജറൻറ്റ് ലീവിങ് ദ വാട്ടർ ഇൻ്റർകൂളർ ഈസ് സ്റ്റിൽ ഇൻ ദ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് അറ്റ് പോയിൻറ്റ് 3. ദെൻ പോയിൻറ്റ് 2ഉം പോയിൻറ്റ് 3 എന്ന് പറയുന്നത് വാട്ടർ ഇൻ്റർകൂളറിൻ്റെ ഇൻലെറ്റും എക്സിറ്റ് കണ്ടീഷനുമാണ്. വാട്ടർ ഇൻ്റർകൂളറിൻ്റെ ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് ആണ്. എക്സിറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നതും സൂപ്പർ ഹീറ്റഡ് വേപ്പർ തന്നെയാണ്. ദെൻ ദ സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ് ലീവിങ് ദ വാട്ടർ ഇൻ്റർകൂളർ അറ്റ് പോയിൻറ്റ് 3, അതാണ് ദ സൂപ്പർ ഇൻ്റർകൂളർ ലീവിങ് ദ വാട്ടർ ഇൻ്റർകൂളർ അറ്റ് പോയിൻറ്റ് 3 ഈസ് മിക്സ്ഡ് വിത്ത് ദ വേപ്പർ റെഫ്രിജറൻറ്റ് സപ്ലൈഡ് ബൈ ദ ഫ്ലാഷ് ചേമ്പർ അറ്റ് പോയിൻറ്റ് 9. അതായത് വാട്ടർ ഇൻ്റർകൂളറിൻ്റെ എക്സിറ്റ് വരുന്ന റെഫ്രിജറൻറ്റ് വേപ്പർ അറ്റ് പോയിൻറ്റ് 3, അതും ഫ്ലാഷ് ചേമ്പറിൽ നിന്ന് വരുന്ന വേപ്പർ, ആ വേപ്പറിൻ്റെ കണ്ടീഷൻ അറ്റ് പോയിൻറ്റ് 9, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. ദെൻ ദ കണ്ടീഷൻ ഓഫ് ദ റെഫ്രിജറൻറ്റ് ആഫ്റ്റർ മിക്സിങ് ഈസ് ഷോൺ ബൈ 4. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. അതായത് വാട്ടറിൻ്റെ കൂടെ എക്സിറ്റ് വരുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. ദെൻ ഫ്ലാഷ് ചേമ്പർ സപ്ലൈ ചെയ്യുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ആ മിക്സ്ചർ വരുന്നത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൽ. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പോയിൻറ്റ് 4. ദെൻ പോയിൻറ്റ് 3, ആ പോയിൻറ്റ് 3യിലുള്ളത് സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ്. അത് വാട്ടർ കൂളറിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടീഷനാണ്. ദെൻ വാട്ടർ ഇൻ്റർകൂളറിൽ കൂടെ പാസ് ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് M1 ആണ്. ദാറ്റ് ഈസ് മാസ് ഓഫ് റെഫ്രിജറൻറ്റ് പാസിംഗ് ത്രൂ ദ ഇവാപ്പറേറ്റർ ഓർ ലോ പ്രഷർ കംപ്രസർ. ദെൻ പോയിൻറ്റ് 9 എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് വേപ്പറാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലാഷ് ചേമ്പർ ഔട്ട്ലെറ്റ്. അപ്പോൾ അതിൻ്റെ മാസിനെ നമ്മൾ M3 എന്ന് വിളിച്ചു. ആ M3 എന്ന് പറയുന്ന മാസ് എന്താണ്? മാസ് ഓഫ് വേപ്പർ റെഫ്രിജറൻറ്റ് ഫോംഡ് ഇൻ ദ ഫ്ലാഷ് ചേമ്പർ ഓർ മാസ് ഓഫ് ദ വേപ്പർ ഫോംഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ഇൻ ദ എക്സ്പാൻഷൻ വാൽവ് E1. അതാണ് എത്ര എമൗണ്ട് വേപ്പറാണോ ഈ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ ഉണ്ടായത്. അതായത് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ കൂടെ കടന്നു പോയപ്പോൾ എത്ര എമൗണ്ട് ലിക്വിഡാണോ വേപ്പർ ഫോമിലേക്ക് മാറിയത്, അതിനെയാണ് ഫ്ലാഷ് എന്ന് വിളിക്കുക. ആ മാസാണ് M3. അതാണ് എഴുതിയിരിക്കുന്നത്, മാസ് ഓഫ് ദ വേപ്പർ ഫോംഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ഇൻ ദ എക്സ്പാൻഷൻ വാൽവ് E1. അപ്പോൾ അതാണ് M3. ദെൻ പോയിൻറ്റ് 4 എടുക്കുമ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുമ്പോഴും അവിടെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനാണ്. ദെൻ M2 ഈസ് ദ മാസ് ഓഫ് റെഫ്രിജറൻറ്റ് പാസിംഗ് ത്രൂ ദ ഹൈ പ്രഷർ കംപ്രസർ ഓർ കണ്ടൻസർ. കാരണം ഈ M3യും അതുപോലെ M1ഉം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്
M2 ആകുന്നത്. ഈ M2 മാസാണ് ദെൻ ഹൈ പ്രഷർ കംപ്രസറിലേക്കും കണ്ടൻസറിലേക്കും സപ്ലൈ ചെയ്യുക. സോ M2 ഈക്വൽ ടു M1 പ്ലസ് M3. ദെൻ അടുത്തതാണ് എഗെയിൻ ഈ M2 മാസിനെ അടുത്ത ഹൈ പ്രഷർ കംപ്രസർ കംപ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 4 to 5 പ്രോസസ് ഈസ് ദ ഐസെൻട്രോപിക് കംപ്രഷൻ ഇൻ ദ ഹൈ പ്രഷർ കംപ്രസർ. ദെൻ 0.4-ലും 0.5-ലും സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് തന്നെയാണ്. ദെൻ M2 എന്ന് പറയുന്ന മാസാണ് ഈ ഹൈ പ്രഷർ കണ്ടൻസറിലൂടെ കടന്നു പോവുക. ദെൻ 5 to 6 എന്ന് പറയുന്നത് കണ്ടൻസേഷൻ പ്രോസസ്സ്. എന്താണ്? എഗെയിൻ ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ കണ്ടൻസർ കണ്ടൻസ് ചെയ്ത് 6 എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനിലേക്ക് എത്തുന്നു. ഓക്കെ, അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം 5 to 6 എന്ന് പറയുന്നതാണ് പ്രോസസ്സ്. അവിടെയും ആദ്യം സൂപ്പർ ഹീറ്റഡ് വേപ്പറിനെ സാറ്റുറേറ്റഡ് വേപ്പർ ആക്കുന്നു, ദെൻ സാറ്റുറേറ്റഡ് വേപ്പറിനെ സാറ്റുറേറ്റഡ് ലിക്വിഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ 2 ഹീറ്റ് റിമൂവ് ആകും. ഈ ഹീറ്റിനെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് റിമൂവ് ആകും, ദെൻ ലേറ്റൻ്റ് ഹീറ്റ് റിമൂവ് ചെയ്യും. ഈ 2 ഹീറ്റും റിമൂവ് ചെയ്താണ് 5 എന്ന കണ്ടീഷനിലുള്ള റെഫ്രിജറൻറ്റിനെ 6 എന്ന കണ്ടീഷനിലുള്ള സാറ്റുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആക്കി മാറ്റുക. ഓക്കെ, ദെൻ കണ്ടൻസറിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് വേപ്പറും കണ്ടൻസറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡുമാണ്. ദെൻ സബ് കൂളിംഗ് പ്രോസസ്സ്, അതാണ് 6 to 7. അവിടെ എന്ത് ചെയ്യുന്നു? ഈ സാറ്റുറേറ്റഡ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഒന്നും കൂടെ കുറച്ച് അതിനെ സബ് കൂൾഡ് റീജിയനിലേക്ക് മാറ്റുന്നു. 6 എന്ന ടെമ്പറേച്ചറിൽ നിന്ന് 7 എന്ന് പറയുന്ന കുറച്ചും കൂടെ താഴ്ന്ന ഒരു ലോ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നു. ദെൻ 0.6-ഉം 0.7-ഉം 0.6-ലെ റെഫ്രിജറൻ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. 0.7-ലെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സബ് കൂൾഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ്. ദെൻ അഗെയിൻ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ദാറ്റ് ഈസ് 7 to 8. ലിക്വിഡ് റെഫ്രിജറൻ്റ് ഫ്രം ദ സബ് കൂളർ ഈസ് എക്സ്പാൻഡഡ് ഇൻ ആൻ എക്സ്പാൻഷൻ വാൽവ് E1. ഓക്കെ, E1 എന്ന് പറയുന്ന എക്സ്പാൻഷൻ വാൽവ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റും എക്സിറ്റും ആണ്. ഇൻലെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സബ് കൂൾഡ് ലിക്വിഡാണ്. എക്സിറ്റ് എന്ന് പറയുന്നത് വെറ്റ് വേപ്പറാണ്. അതിൻ്റെ കണ്ടീഷൻ 8 ആണ്. ഇതേ സമയം തന്നെ നിങ്ങൾ pH ഡയഗ്രം നോക്കണം. 7 ആണ്. 7 to 8 ആണ് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന പ്രോസസ്സ്. 7 എന്ന സബ് കൂൾഡ് ലിക്വിഡിനെ 8 എന്ന വെറ്റ് വേപ്പറാക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ M3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ് ഓഫ് വേപ്പർ റെഫ്രിജറൻ്റ് ഫോംഡ് ഇൻ ദ ഫ്ലാഷ് ചേമ്പർ ഓർ മാസ് ഓഫ് വേപ്പർ ഫോംഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ഇൻ ദ എക്സ്പാൻഷൻ വാൽവ്. അപ്പോൾ ഈ എക്സ്പാൻഷനിൽ വെറ്റ് വേപ്പർ ഉണ്ടാകുന്നു. ആ വെറ്റ് വേപ്പറിൽ തന്നെ ലിക്വിഡും ഉണ്ട് വേപ്പറും ഉണ്ട്. ആ വേപ്പറിനെയാണ് നമ്മൾ ഫ്ലാഷ് എന്ന് വിളിക്കുക. ദെൻ ഫ്ലാഷ് ചേമ്പർ ചെയ്യുന്ന കാര്യം ഈ ലിക്വിഡിനെയും വേപ്പറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ലിക്വിഡിനെ ഇവാപ്പറേറ്ററിലേക്ക് കൊടുക്കുന്നു, വേപ്പറിനെ നേരെ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന വേപ്പറുമായിട്ട് മിക്സ് ചെയ്ത് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുന്നു. ദ എക്സ്പാൻഡഡ് റെഫ്രിജറൻറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വേപ്പർ ആൻഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ്. അതാണ് ഫസ്റ്റ് എക്സ്പാൻഷൻ ഡിവൈസിലൂടെ കടന്നുപോയ റെഫ്രിജറൻറ്റ്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വേപ്പർ ആൻഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ്. ആ വേപ്പർ ലിക്വിഡും കൂടെ മിക്സ് ആയതിനെയാണ് നമ്മൾ ഫ്ലാഷ് ചേമ്പറിലേക്ക് സപ്ലൈ ചെയ്യുക. ഫ്ലാഷ് ചേമ്പർ എന്ത് ചെയ്യുന്നു? ദ ഫ്ലാഷ് ചേമ്പർ സെപ്പറേറ്റ്സ് ദ വേപ്പർ ആൻഡ് ലിക്വിഡ് റെഫ്രിജറൻറ്റ്. ഫ്ലാഷ് ചേമ്പർ ആ വേപ്പറിനെയും ലിക്വിഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ദ വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ദ ഫ്ലാഷ് ചേമ്പർ അറ്റ് 0.9 ഈസ് മിക്സ്ഡ് വിത്ത് ദ റെഫ്രിജറൻറ്റ് ഫ്രം ദ വാട്ടർ കൂളർ ഓർ ഫ്രം ദ ലോ പ്രഷർ കംപ്രസർ. അപ്പോൾ ഫ്ലാഷ് ചേമ്പർ വേപ്പറിനെയും ലിക്വിഡിനെയും സെപ്പറേറ്റ് ചെയ്ത് വേപ്പറിനെ പിടിച്ച് വാട്ടർ ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന വേപ്പറുമായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തിട്ട് ഹൈ പ്രഷർ കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ സപ്ലൈ ചെയ്യുന്ന സാറ്റുറേറ്റഡ് വേപ്പറിൻ്റെ കണ്ടീഷനാണ് 0.9. ദെൻ ഫ്ലാഷ് ചേമ്പറിൽ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. ആ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഫ്ലാഷ് ചേമ്പർ ഇവാപ്പറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം ദ ഫ്ലാഷ് ചേമ്പർ അതിൻ്റെ കണ്ടീഷനാണ് 0.10 ഈസ് ഫർദർ എക്സ്പാൻഡ് ഇൻ ആൻ എക്സ്പാൻഷൻ വാൽവ് E2.
അപ്പോൾ ഇനി മിച്ചമുള്ള ലിക്വിഡിനെ സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചിട്ട് ഇവാപ്പറേറ്ററിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലാഷ് ചേമ്പർ ചെയ്തത്. അപ്പോൾ ഫ്ലാഷ് ചേമ്പറിൽ വരുന്ന റെഫ്രിജറേറ്റർ കണ്ടീഷൻ 8 അതിനെ വേപ്പർ ആക്കുന്നു. അപ്പോൾ വേപ്പറിൻ്റെ കണ്ടീഷൻ 9, ദെൻ ലിക്വിഡ് ആക്കുന്നു, ആ ലിക്വിഡിൻ്റെ കണ്ടീഷൻ 10. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിനാണ് ഈ ഫ്ലാഷ് ചേമ്പർ വെച്ചിരിക്കുക? ഫ്ലാഷ് ചേമ്പർ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ ഒരു വേപ്പർ ഉണ്ടാകുന്നുണ്ട്. ആ വേപ്പറിനെ നമ്മൾ ആ വേപ്പറും കൂടെ ഈ ഇവാപ്പറേറ്ററിലേക്ക് പോവുകയാണ്. ദെൻ സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിൽ എക്സ്പാൻഷൻ നടക്കുന്നു, അവിടെയും ഈ വേപ്പർ ഫോർമേഷൻ ഉണ്ടാകുന്നു. ഈ എല്ലാ വേപ്പറും കൂടി ഇവാപ്പറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവാപ്പറിൽ ആവശ്യമില്ല. ഇവാപ്പറേറ്ററിൽ ലിക്വിഡാണ് ആവശ്യം, വേപ്പർ അല്ല. അപ്പം അതുകൊണ്ട് വേപ്പറിനെ കഴിയുന്നത്ര ഇവാപ്പറേറ്ററിലേക്ക് എൻട്രി ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ 2 എക്സ്പാൻഷൻ വാൽവ് വെച്ചുകൊണ്ട് തന്നെ ആ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവ് ചെയ്യുന്ന കാര്യം, കണ്ടൻസർ പ്രഷർ ചെയ്യുന്ന ഒരു മീഡിയം പ്രഷറായ അല്ലെങ്കിൽ ഫ്ലാഷ് ചേമ്പറിൻ്റെ പ്രഷർ എന്ന് പറയുന്ന ആ കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവ് ചെയ്യുന്നത് എഗെയിൻ ആ ഫ്ലാഷ് ചേമ്പറിനെ പ്രഷർ ചെയ്യുന്ന ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് എത്തിക്കുന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. ലിക്വിഡ് റെഫ്രിജറന്റ് ഫ്രം ദ ഫ്ലാഷ് ചേമ്പർ ഈസ് എക്സ്പാൻഡ് ഇൻ ആൻ എക്സ്പാൻഷൻ വാൽവ് E2 ടു എ പ്രഷർ ഈക്വൽ ടു ഇവാപ്പറേറ്റർ പ്രഷർ. അപ്പോൾ ഫ്ലാഷ് ചേമ്പറിനെ പ്രഷർ ചെയ്യുന്ന ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് എത്തിക്കേണ്ട ചുമതല സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവ് E2-നാണ്. ഇനി ഈ സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റ് അത് നമുക്കറിയാം സാച്ചുറേറ്റഡ് ലിക്വിഡാണ്. എക്സിറ്റ് എന്ന് പറയുന്നത് എഗെയിൻ വെറ്റ് വേപ്പറാണ്. ദെൻ ഇവാപ്പറേഷൻ പ്രോസസ് 11 to 1. അതിൽ ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് വെറ്റ് വേപ്പറും ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് വേപ്പറുമാണ്. ഇനി M1 എന്ന് പറയുന്നതാണ് മാസ് ഓഫ് റെഫ്രിജറന്റ് പാസിംഗ് ത്രൂ ദ ഇവാപ്പറേറ്റർ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. സ്വാഭാവികമായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ഒരൊറ്റ എക്സ്പാൻഷൻ വാൽവ് വെച്ചുകൊണ്ട് ഈ പ്രോസസ്സ് നടത്തിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഫ്ലാഷ് ചേമ്പറിൻ്റെ ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ ഒരൊറ്റ എക്സ്പാൻഷൻ വാൽവ് വെച്ച് നടത്തുവാണെങ്കിൽ 7 to ഒരു വെർട്ടിക്കൽ ലൈനായിരിക്കും വരുന്നത്. മേ ബി ഇതായിരിക്കും ആ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ്. അങ്ങനെയെങ്കിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാകും. മറിച്ച് ഇവിടെ ഫ്ലാഷ് ചേമ്പർ വെച്ചതുകൊണ്ട് ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയുമായി. അതായത് ഹീറ്റ് അബ്സോർഷൻ റേറ്റ് കൂട്ടി, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് കൂട്ടാൻ ഫ്ലാഷ് ചേമ്പർ വെച്ചതുകൊണ്ട് സാധിച്ചു. അതാണ് ഫ്ലാഷ് ചേമ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഫ്ലാഷ് ചേമ്പർ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പോർഷനെ ഹീറ്റ് അബ്സോർഷൻ പ്രോസസ്സ് ആയിട്ടുള്ളൂ, ഇത്രയും എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. മറിച്ച് ഫ്ലാഷ് ചേമ്പർ വെച്ചതുകൊണ്ട് അതിൻ്റെ നീളം കൂടി, ഇത്രയും എമൗണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യാം. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് കൂടി, മീൻസ് COP കൂടുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലാഷ് ചേമ്പറിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ നമുക്കിനി ഇക്വേഷൻസിലേക്ക് പോകാം. ഇക്വേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ M2 എന്ന് പറഞ്ഞാൽ M1 + M3 ആണ്. ഇനി ഇവിടെയും നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം ഫോർ ദ ഫ്ലാഷ് ചേമ്പർ എടുക്കുന്നു. അതായത് ഫ്ലാഷ് ചേമ്പറിൽ കയറുന്നത് അതുപോലെ ഫ്ലാഷ് ചേമ്പറിൽ ഇറങ്ങുന്നത്, അത് വെച്ച് നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എടുക്കുന്നു. ഹീറ്റ് ടേക്കഡ് ബൈ ദ ഫ്ലാഷ് ചേമ്പർ ഈക്വൽ ടു ഹീറ്റ് ഗിവൺ ബൈ ദ ഫ്ലാഷ് ചേമ്പർ. അതായത് ഫ്ലാഷ് ചേമ്പറിൻ്റെ ഇൻപുട്ടുകൾ ഈക്വൽ ടു ഫ്ലാഷ് ചേമ്പറിൻ്റെ എക്സിറ്റ്. ആ ഇൻപുട്ട് ഹീറ്റും എക്സിറ്റ് ഹീറ്റും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്കറിയാം ഫ്ലാഷ് ചേമ്പറിലേക്ക് കയറുന്നത് ഏതൊക്കെയാണ്. ഫ്ലാഷ് ചേമ്പറിൽ M2 എന്ന് പറയുന്ന മാസ്, ആ M2 എന്ന് പറയുന്ന മാസ് കണ്ടൻസറിൽ നിന്ന് വരുന്ന മാസാണ്. അതിനുശേഷം അത് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ കൂടെ എക്സ്പാൻഡ് ചെയ്ത് അത് 8 എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തിച്ചേരുന്നു. സോ M2 × H8 എന്ന് പറയുന്നതാണ് ഫ്ലാഷ് ചേമ്പറിലേക്ക് എൻട്രി ചെയ്യുന്ന ഹീറ്റ്. ഓക്കെ, M2 എന്ന് പറയുന്ന മാസ് കണ്ടൻസറിൽ നിന്ന് സബ് കൂളറിൽ കൂടെ കിടന്ന് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ കൂടെ കിടന്ന് ഈ ഫ്ലാഷ് ചേമ്പറിലേക്ക് എത്തുന്ന മാസാണ്. അങ്ങനെ ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൻ്റെ എക്സിറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ 8 ആണ്. സോ അവിടുത്തെ എൻതാൽപ്പിയാണ് H8. സോ M2 × H8 ആണ് ഫ്ലാഷ് ചേമ്പറിലേക്ക് കയറുന്നത്. ഇനി ഇറങ്ങുന്നത് 2 പേരാണ്. ഒന്ന് സാച്ചുറേറ്റഡ് ലിക്വിഡ് ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നു,
സാച്ചുറേറ്റഡ് വേപ്പർ ദെൻ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന വേപ്പറുമായിട്ട് മിക്സ് ചെയ്യുന്നു. സോ എക്സിറ്റ് 2 പേരാണ്. M3 എന്ന് പറയുന്ന സാച്ചുറേറ്റഡ് വേപ്പർ, അതിൻ്റെ കണ്ടീഷൻ 9 ആണ്. സോ M3 ഇൻറ്റു H9 പ്ലസ് ഇനി സാച്ചുറേറ്റഡ് ലിക്വിഡ് പോകുന്നുണ്ട്, അതിൻ്റെ മാസ് M1 ആണ്. M1 ഇൻറ്റു അതിൻ്റെ കണ്ടീഷൻ 10 ആണ്. സോ H10. ആ H10നെ HF10 എന്നും വിളിക്കാം, കാരണം 10ലെ കണ്ടീഷൻ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. ദെൻ നമ്മൾ M2നെ M1 ടേംസിലേക്ക് മാറ്റുന്നു. ഇവിടെ നമുക്ക് M3 ഉണ്ട്. ആ M3 ഈക്വൽ ടു M2 മൈനസ് M1 എന്ന് എഴുതാം. അങ്ങനെ M2ഉം M1ഉം തമ്മിൽ നമുക്കൊരു റിലേഷൻ വരുത്താം. അതാണ് M2 ഈക്വൽ ടു M1. ദെൻ അതിനുശേഷം M3യും M1ഉം തമ്മിലുള്ള റിലേഷൻ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ M3യുടെ സ്ഥാനത്ത് M2 മൈനസ് M1 എന്ന് എഴുതി. ഈ കാണുന്ന രീതിയിൽ M2ഉം M1ഉം തമ്മിലുള്ള റിലേഷൻ എഴുതാം. ഇനി അതിനുശേഷം നമുക്ക് M3യും M1ഉം തമ്മിലുള്ള റിലേഷൻ വരണം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നമുക്ക് M2നെ കിട്ടി. M2 ഈക്വൽ ടു M1 പ്ലസ് M1 ഇൻറ്റു ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ M3യും M1ഉം തമ്മിലൊരു റിലേഷൻ കിട്ടും. അപ്പോൾ ആ റിലേഷൻസാണ് എഴുതിയിരിക്കുന്നത്, M2ഉം M1ഉം തമ്മിലും അതുപോലെ M3യും M1ഉം തമ്മിലും. ഇനി ഹീറ്റ് അബ്സോർബ്ഡ് എത്രയാണ്? അപ്പോൾ ആ റെഫ്രിജറേഷൻ പ്രോസസ്സ് നോക്കിയാൽ മതി. അത് 11:1 ആണ്. സോ ഇവാപ്പറേറ്ററിൽ കൂടെ പോകുന്ന മാസ് M1. സോ M1 ഇൻറ്റു H1 മൈനസ് H11 ഇങ്ങനെ എഴുതാം. M1 ഇൻറ്റു H1 മൈനസ് HF10. കാരണം എന്നാ, 10 to 11 എന്ന് പറയുന്നതാണ് സെക്കൻഡ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ്സ്. അതുകൊണ്ട് H10 ഈക്വൽ ടു H11 എഴുതാം. ഓക്കെ, അതിൽ H10 ഈക്വൽ ടു H11 എഴുതാം. H10 ഈക്വൽ ടു H11. ഇനി H10നെ നമുക്ക് എങ്ങനെ എഴുതാം? H10നെ നമുക്ക് ഓൾറെഡി HF10 എന്നും എഴുതാം. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇനി 2 കംപ്രസറുണ്ട്. ആ കംപ്രസറിൻ്റെ വർക്ക് ഇൻപുട്ടാണ് ലോ പ്രഷർ കംപ്രസറിൽ കൂടെ പോകുന്ന മാസ് M1 ഇൻറ്റു H2 മൈനസ് H1. ഹൈ പ്രഷർ കംപ്രസറിൽ കൂടെ പോകുന്ന മാസ് M2. ആ M2 ഇൻറ്റു ആ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന 4 to 5 ആണ്. സോ H5 മൈനസ് H4. ഇനി ടോട്ടൽ വർക്ക് ഡൺ ആണ്. അത് M1 H2 മൈനസ് H1 പ്ലസ് M2 H5 മൈനസ് H4. ഇനി പവർ ലിക്വിഡ് വർക്ക് ഡിവൈഡ് ബൈ 60 ആണ്. ദെൻ COP എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വർക്ക് ഇൻപുട്ടാണ്. അത് ഹീറ്റ് അബ്സോർബ്ഡ് ഇതാണ് നമ്മൾ എഴുതി, അതേ ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട്. ആ വർക്ക് ഇൻപുട്ടിൻ്റെ ടൈം ഇതാണ്. സോ വർക്ക് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് COP കിട്ടി. ഇനി 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ pH ഡയഗ്രത്തിൽ നോക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പറാണ്. അതുകൊണ്ട് H1നെ HG1 എന്ന് വിളിക്കാം. ദെൻ 6 എന്ന് പറയുന്ന പോയിന്റ് അത് സാച്ചുറേറ്റഡ് ലിക്വിഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് H6നെ HF6 എന്ന് വിളിക്കാം. ദെൻ 6 to 7 എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് H6 ഈസിക്കൽ ടു HF6. അതിനുശേഷം ദെൻ H8 ഈസിക്കൽ ടു H7. അതിനുശേഷം 6ൽ നിന്ന് നമ്മൾ സബ് കൂൾ ചെയ്ത് 7 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. ദെൻ 7 to 8 എന്ന് പറയുന്നതാണ്, ശ്രദ്ധിക്കണം, 7 to 8 എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന പ്രോസസ്സ്, ഫസ്റ്റ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ H7ഉം H8ഉം ഈക്വൽ ആണ്, കാരണം 7 to 8 എന്ന് പറയുന്ന ഐസെന്താൽപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ദെൻ അതിനുശേഷം 9 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം, അത് സാച്ചുറേറ്റഡ് വേപ്പറാണ്. അതുകൊണ്ട് H9നെ HG9 എന്ന് വിളിക്കാം. ദെൻ 10 എന്ന് പറയുന്ന പോയിന്റ് സാച്ചുറേറ്റഡ് ലിക്വിഡാണ്. അതുകൊണ്ട് H10നെ HF10 എന്ന് വിളിക്കാം. ദെൻ 10 to 11 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെന്താൽപിക് ആണ്. അതുകൊണ്ട് H10 ഈസിക്കൽ ടു H11 എഴുതാം. അതോടൊപ്പം തന്നെ H10നെ നമുക്ക് HF10 എന്നും വിളിക്കാം. ഇതാണ് ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്യുന്നതിനുള്ള ഉപയോഗം. ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്യാനുള്ള സിസ്റ്റം ഇതാണ്. ഫ്ലാഷ് ചേമ്പർ യൂസ് ചെയ്യുന്ന മൂലം റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂട്ടാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത സിസ്റ്റം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.